ശരണ്യ എന്നാ വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോണത്? ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കും. ചക്കക്കുരു കൊണ്ട്. പിന്നെ നമ്മൾ വന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ കൂട്ടുകാരോട്. ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോയ ചക്കക്കുരു കൊണ്ട് വട. അപ്പൊ നമുക്കെല്ലാം വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ? അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ആലപ്പുഴ വീട്ടിലോട്ട് വന്നു. അപ്പം നമുക്ക് ചക്കക്കുരു കൊണ്ടുള്ള വടയിലോട്ട് പോയാൽ. അപ്പൊ കൂട്ടുകാരെ, എന്നെ സഹായിക്കാൻ അച്ഛനും അമ്മയുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് പൊളിക്കാൻ പോകുന്നത്. രണ്ടുപേരാ? 3 പേരുണ്ട്. കഴിഞ്ഞിട്ട് ഞാനോർത്ത് എന്നെ ഉപേക്ഷിച്ചു. ഒരു പാത്രം എടുത്ത് ഇട്ടോ. അതിന്റെ ചുമപ്പ് കളയരുതല്ലേ? ഞാൻ ഇവിടെ അപ്പൊ കൂട്ടുകാരെ അങ്ങനെ അല്ലേ? അതെ, കഴിഞ്ഞ 2-3 വീഡിയോയും നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. കണ്ട, അത് ഇങ്ങനെ ചുമപ്പ് രീതിയിൽ പൊളിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോഴാണ് വീട്ടിലൊരു ഒച്ചയും അനക്കമൊക്കെ ഉള്ള. ഇവിടെ ഇല്ലാഞ്ഞത് കാരണം ആകപ്പാടെ വീട് ഉറങ്ങിക്കിടക്കായിരുന്നു. ഞങ്ങളില്ലായിരുന്നു വീഡിയോയുടെ അകത്ത്. ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് ഇവിടെ ആ ഫ്രണ്ട് മുറി ഇരിക്കൂലേ നമ്മള്. പ്രത്യേകിച്ച് ശരണ വന്നപ്പോഴാണ് വീട് ഉണർന്നത്. പിള്ളേരും ഇല്ല, കഴിഞ്ഞു പോയി. അല്ല, അതല്ലേ ചിലവളൊക്കെ പറയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നടക്കുക ചെയ്യും നമ്മുടെ കൊടുത്ത്. പ്രത്യേകിച്ച് വേറൊരു കാര്യം ചങ്ങനാശ്ശേരി പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ആവശ്യം വരുമ്പോ നമ്മൾ പോയേ പറ്റും. അതിപ്പോ അതിന് നമ്മള് ബുദ്ധിമുട്ടല്ല. പിന്നെ ഞങ്ങളുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് തന്നെ ചെയ്യണം. അപ്പൊ ആശുപത്രി കേസ് കേട്ട് വരുമ്പോ മാറിയിരുന്നാലും കുഴപ്പമില്ല. ഷിജു ശരണ്യ മാറിയാലും ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ വേണം, കാരണം ഇച്ചിരി വഴക്ക് പിടിക്കണമെങ്കിലും. അച്ഛനും മകളും കൂടിയുള്ള തമാശകൾക്ക്. അയ്യോ, അപ്പൊ അതുകൊണ്ട് അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അച്ഛൻ ഇതിപ്പോ ഒരുക്കണുണ്ട്, ഇത് എന്തിനാണെന്നും പറഞ്ഞാ ഒരുക്കണം? എനിക്ക് ശരണ്യ പറഞ്ഞ് അച്ഛൻ ഇതൊന്ന് എളുപ്പം പൊളിച്ചതാ, കുരു ഇതിന്റെ ഇതൊന്നും ചീവി കളയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ വെച്ച് പൊളിക്കാൻ എനിക്ക് വേറെ ഒന്നും അറിയാനും വേണ്ട. ശരണ്യോട് ഇനി ചോദിക്കണം. വർത്താനം പറഞ്ഞിട്ട് പൊളിക്കാൻ തുടങ്ങി. ഇത് എന്തിനാണെന്ന് ചോദിച്ചാ. സാധാരണ കറി വെക്കാനും മെഴുക്ക് പറ്റാനും ഒക്കെ എടുക്കുമല്ലോ. എനിക്ക് തോന്നി നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടും ഇതിനെപ്പറ്റി പറയാത്തപ്പോ എനിക്ക് ശരണ്യ വന്നോടെ ചക്കക്കുരുവൊക്കെ കിട്ടും. വില അല്ല വേറെ ചക്കയൊക്കെ വില കൂടുതലാണ് ചക്കക്കുരു. അത് തന്നെ. എന്താണ് ഇവിടെ 80 രൂപ വരെയൊക്കെ വില. ശരണ്യ ഇവിടെ 3-4 ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ചക്ക മേടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ശരണ്യ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ശരണ്യ ഒരു ചക്കയൊക്കെ മേടിച്ചിട്ട് പോരാൻ വരാം. ഞാൻ ചങ്ങനാശ്ശേരി അവിടെ ഇത്തവണ ചെന്നപ്പോ ആശുപത്രി കേസിട്ടും കാര്യങ്ങളൊക്കെ. ഞാനത് വെറുതെ പറഞ്ഞു, ശരണ്യ കൊണ്ടുവരാൻ പാടാണ്. പിന്നെ 2-വീലറിലാണെങ്കിലും പൊളിച്ചൊക്കെ കൊണ്ടുവരാം. പിന്നെ അവിടെ പൊളിച്ചു വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം. അവിടെ ആശുപത്രി 2 പേരാണ് ആശുപത്രി കേസ്. അപ്പൊ അതിപ്പോ നമ്മള് മോശമല്ലേ, നമ്മൾ അങ്ങോട്ട് സഹായിക്കേണ്ടതായിട്ട് പിന്നെ അവരിങ്ങോട്ട് സഹായിക്കും. ശരണ്യ അവിടെ പോയത് തന്നെ രമാമ്മേനെ സഹായിക്കാനല്ലേ. അതാ. പിന്നെ ശരണ്യക്ക് ഇങ്ങോട്ട് പോകുന്നെങ്കിലും ആ കുഞ്ഞുമായിട്ടൊക്കെ ഇച്ചിരി മാറി നിന്നതിന്റെ ബുദ്ധിമുട്ട് ശരണ്യൊക്കെ ഉണ്ടല്ലേ. അല്ല, അതുപോലെയാണ് ഇവിടെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് മാറി നിന്നപ്പോ. ഞങ്ങളൊരു കുഞ്ഞ് ശരണ്യ കേട്ടാ. ശരണ്യ കൂട്ടുകാരെ കണ്ടത് വർത്താനം പറഞ്ഞാണ്ട് ഇവര് ഇത് കണ്ട ഇത്രയും ചക്കക്കുരു പൊളിച്ച് കണ്ട. വർത്താനം നടന്ന് ചക്കക്കുരു പൊളിച്ച്. ഇനി ഇതെന്താണ് ചെയ്യണ ശരണ്യ?
ഇത് വേവിച്ചെടുക്കണം. അല്ല ചേട്ടനെ ചേട്ടനെ എന്നോട് പറയാഞ്ഞെന്താ ചേട്ടനെ ഞാനിത് പൊളിക്കാനായിട്ട് വന്നിരുന്ന് പൊളിച്ചു. അച്ഛൻ ചോദിച്ചില്ലല്ലോ. സാധാരണ കറി വെക്കാൻ അതിൽ മെഴുക്ക് വരട്ടാൻ അല്ലെങ്കിൽ അവിയല്ലാത്ത ചേർക്കാൻ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത്. ഞാനത് ഉദ്ദേശിച്ചാണ് വന്നിരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പുറത്തിരുന്ന് പത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. മെഴുക്ക് വരട്ടാൻ എനിക്ക് ഇഷ്ടമാണ് ഈ സാധനം. അത് നല്ലതാ. ഏതായാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് പൊളിച്ചൊക്കെ അല്ലേ, പൊളിച്ചെടുത്തിട്ടൊക്കെ കാണിക്കാം. കുറച്ച് മതി. പരീക്ഷണം അല്ലേ. എന്ത് ചെയ്യും? പടക്കാണോ ചീറ്റി പോവാ? പടക്കം പോയാലേ നമ്മളെ ചക്കക്കുരു. അത്ര വേണ അത് അർത്ഥം എന്താ അറിയാ? അത് മനസ്സിലായി കേട്ടാ. അത് കാര്യം മനസ്സിലായി കേട്ടോ ശരിയെ. ഞാൻ പടക്കം അല്ലേ അത്രയും കത്തിയില്ല. ചിരി മതിയായ ശരണ്യ ചിരി കൊണ്ടത് മതിയാക്കി കളഞ്ഞു. കൂട്ടുകാരെ, അപ്പൊ നമുക്കിനി പടക്കത്തിന്റെ കാര്യം വിട്ടിട്ട് നമുക്കിനി ഈ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ആ ഒരു ഉള്ളിലിന്റെ ഉള്ളിൽ ചിരിയൊക്കെ വേണ്ട അപ്പട്ടക്കം. അല്ല, വിഷു ഒക്കെ കഴിഞ്ഞ ആ വിഷയം വിട്ടല്ലേ. അപ്പൊ ഇത് ചക്കക്കുരു പടക്കല്ല, ചക്കക്കുരു വട അല്ലേ? വാ നമുക്ക് അടുക്കളയിലായിട്ട് പോയാ. ശരണ്യ, എന്തോ ഇനി എന്താണ് എന്റെ വല്ല പരിപാടി? എന്താ നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം. എന്റെ സഹായം ഒന്നും വേണ്ട. വേണ്ട. അപ്പൊ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അല്ലേ? ശരണ്യ, അല്ലേ നമ്മുടെ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ട് ഇപ്പൊ വേറെ പാചകത്തിലാട്ടായ. അതിന് വേണ്ടിയാണല്ലേ? ചൂരക്ക് വേണ്ടിയാണ്. അപ്പൊ അതെ, ഇതാണോ നമ്മുടെ ചൂര പീസ്? ഇത് ശരണ്യ വെട്ടിയെടുത്തതാണോ? പീസ് മേടിച്ചതല്ലേ? പിന്നെ അതെന്താണ് രസാ? മോര് കാച്ചാൻ പോകും. നമ്മുടെ ചക്കക്കുരു വെന്തിരിക്കണോ ആ അടപ്പേ? വെച്ചിരിക്കണോ? എന്നാ ശരണ്യ ആ നേരത്തെ ഈ കറി ഒന്ന് വെച്ചെടുക്കുക, ചൂരക്കറി. ശരണ്യ എവിടം വരെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിക്സിക്കകത്ത് വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോ ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ കൂട്ടുകാരെ കണ്ടാതെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നമ്മളിത് പച്ചമുളക് സവോള എല്ലാം അരിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുകൂടി നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു. അപ്പൊ കൂട്ടുകാരെ, സവോള, പച്ചമുളക്, ഇഞ്ചി സാധനങ്ങൾ അരിഞ്ഞു വെച്ചേക്കുന്നത്. സവോളയും പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ കടലമാവ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അത്ര ഐറ്റം കൂടി വേണം. അപ്പൊ നമുക്ക് ഇണക്കിയാലോ? അപ്പൊ ഞാൻ തണുക്കാൻ വേണ്ടി ഫാനിന്റെ മുന്നിൽ കൊണ്ട് ഇത് വെച്ചിട്ട് വരാം. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം അല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഞാൻ അരച്ചോണ്ട് വരാം. അപ്പൊ ഇത് തണുത്തല്ലേ? ഈ തണുത്ത്. അപ്പൊ നമുക്ക് ഒന്ന് മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്തോ മോര് കാച്ചിയാ? മോര് അമ്മ കാച്ചുന്നുണ്ട്. അമ്മേ, എന്താ നമ്മുടെ മോര് കാച്ചിയതൊന്ന് കാണിച്ചത്? മോര് റെഡിയാക്കി വെച്ച് ഇന്നിത് കടുക് വറുത്തുള്ള എടുത്ത് വെച്ച് ഉള്ളി, മുളക്, കരിവേപ്പിലൊക്കെ എടുത്ത് വെച്ച് കടുക് വറുത്ത് ചേർത്താൽ ശരി. അപ്പൊ കൂട്ടുകാരെ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി അത് പൊടികൾ ചേർക്കാം. ആദ്യമേ നമുക്ക് കടലപ്പൊടിയില്ലേ കുറച്ച് ചേർക്കാം. കടലമാവ് ചേർക്കണം അല്ലേ? കടലമാവ് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പൊ അങ്ങനെ ശരണ്യ അതിലാട്ട് കടലമാവ് ചേർക്കുകയാണ് അല്ലേ? പിന്നെ ഇനി എന്നാക്കാണ് മറ്റേ ഇതൊക്കെ ചേർക്കണം അല്ലേ? മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള, ഇതെല്ലാം കൂടെ ചേർത്താൽ മതി. അങ്ങനെ ശരണ്യ ഇതിന്റെ അകത്തായിട്ട് എന്നൊക്കെ ഇട്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞില്ല. കടലമാവ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്ര സാധനം അത്രയും സാധനം ഇതില് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതെല്ലാം കൂടെ ചേർക്കാം. ചേർക്കാം. അത് കുറച്ച് ഉപ്പും കൂടെ ഇടാം. അങ്ങനെ ശരണ്യ അതിലാട്ട് ഉപ്പ് കൂടി ഇടിയാണ്. അപ്പൊ ഇനി അത് കുഴച്ചെടുക്കണം അല്ലേ? ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അങ്ങനെ ശരണ്യ അത് കുഴച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് വറുക്കാൻ പോകുന്നൊന്നും എനിക്കറിയാൻ വേണ്ട. ഒരു പരീക്ഷണമാണ്.
അപ്പം ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് കുഴച്ച് നമ്മൾ വടപ്പരുവത്തിനുള്ള രീതിക്ക് എടുക്കട്ടെ, ആക്കട്ടെ. എടുത്തിട്ട് കാണിക്കാം. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഞാൻ കരിയപ്പ് ഇട്ടിട്ടുണ്ട്. കരിവേപ്പ് ഇട്ടത് നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമുക്കിനി ചട്ടി വെച്ചിട്ട് നമുക്കിനി ഇടാം. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ കണ്ട അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ ശരണ്യ നമ്മുടെ മോരൊക്കെ എവിടം വരെ മോര് കാച്ചിയതൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടുകാരെ കാണിച്ചില്ലല്ലോ. കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് മോര് കാച്ചി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ നമ്മുടെ ചൂരക്കറി എവിടം വരെയായി? ആണല്ലേ? കണ്ട അതെ ചൂരക്കറി ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി ഈ എണ്ണയെന്ന് ചൂടായി വരണം. ശരണ്യ എവിടം വരെ ചട്ടിയൊക്കെ ചൂടായ? ചട്ടി ചൂടായി, എണ്ണ ചൂടായില്ല? അപ്പൊ ആ പിന്നെ ഇനി അതിലാട്ട് ഇടണം അല്ലേ? എങ്ങനെയാണ് ആക്കണം ഒന്ന് കാണിച്ച്. ചെറിയ മാവ് എടുക്കണം, ഇങ്ങനെ ഉരുട്ടണം. എന്നിട്ട് അങ്ങനെ നമ്മുടെ ഈ പരിപ്പ് വടയുടെ പരുവത്തിനാക്കണം അല്ലേ? എന്നിട്ടാണ് ഇടേണ്ടത്. കണ്ട ശരണ്യ അങ്ങനെ ഇട്ടണ്ടിരിക്കുകയാണ് അല്ലേ? കൈ മുറിഞ്ഞോ? കണ്ട കൂട്ടുകാരെ രണ്ടെണ്ണം ഇട്ട് ഞാൻ എന്നാലും അത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ലല്ലേ? ആഹാ എങ്ങനെയാണോ ഒന്ന് കാണിച്ചു കൊടുത്ത് ഉരുട്ടി എന്നിട്ട് അങ്ങോട്ട് ഇടണം. ഒത്തിരി കനം വേണ്ടല്ലേ? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. ഇതിന്റെ സ്മെല്ല് കേൾക്കുമ്പോ പൊരിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞ് വരും. കണ്ട അങ്ങനെ 4 ഇട്ടിരിക്കുന്നത്. മറിക്കാറായ ആദ്യം ഇട്ടതല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നും ആയിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ മറിക്കാറായി അല്ലേ? ശരണ്യ പുറകാട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. അല്ല ശരണ്യ ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരികയാണ്. ആഹാ അതെ അമ്മയും പുറകെ എത്തി. എങ്ങനെയുണ്ട് നമ്മുടെ ചക്കക്കുരു വട? അടിപൊളി വടയാണ്. നമ്മുടെ പരിപ്പ് വട മാറി നിൽക്കും അല്ലേ? ഇതൊന്ന് മൊരിയട്ടെ, മൊരിഞ്ഞിട്ട് അപ്പൊ ഇതൊന്ന് മൊരിഞ്ഞു കിട്ടട്ടെ അല്ലേ? നമുക്ക് കഴിച്ചു നോക്കാം, എന്നാലും അറിയാം. വിറ്റാമിൻ തന്നെയാണ്. വിറ്റാമിനാണ് എന്ത് വെറുതെ അങ്ങോട്ട് അടിച്ചേക്ക്. നല്ല സാധനല്ലേ? അപ്പൊ ഇപ്പൊ എണ്ണയിലിട്ട് കഴിയുമ്പോ അത് വ്യത്യാസം വരും. എന്നാലും നമുക്ക് നോക്കാം, ടേസ്റ്റ് ഒക്കെ നോക്കാം അല്ലേ? അങ്ങനെ കൂട്ടുകാരെ ശരണ്യ തന്നെ ആദ്യത്തത് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ പുറകിൽ എന്തോ പാചകത്തിലാണ് വെക്കുന്നത്. അപ്പൊ അതെ അച്ഛനും ഉണ്ട് കൂടെ. അച്ഛ ഒരു പാത്രം എടുത്തു. ഇതാണ് വട അല്ലേ? ആ വട കാണുമ്പോൾ അറിയാം നല്ല അടിപൊളി വടയാണെന്നല്ലേ? അതൊക്കെ നല്ല കളറായി, സൂപ്പർ കളറായി അല്ലേ? ശരണ്യ പരത്തി ഇട്ടു, അച്ഛനെ കൊണ്ട് കോരിക്കാം. ആണോ? അച്ഛൻ തന്നെ അത് വീണ്ടും ഏറ്റെടുത്ത് അല്ലേ? ശരണ്യയുടെ കയ്യെ നീറ്റെല്ലാം എടുക്കണം. അപ്പൊ അതാണ് ഇങ്ങനെ നമ്മുടെ വട റെഡി അല്ലേ? അപ്പൊ ബാക്കി എല്ലാം കൂടി അങ്ങോട്ട് ഇണക്കിയിട്ടൊക്കെ നമുക്ക് കാണിക്കാം. ശരണ്യ അല്ലേ കഴിഞ്ഞ പാചകം കഴിഞ്ഞ? അതെന്നാന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരെ? സീതപ്പഴം പഴുത്തല്ലേ? ആഹാ അച്ഛനും മകളും കൂടി സീതപ്പഴം പറിക്കുകയായിരുന്നു.
ഞാനിവിടെ നോക്കിയിരിക്കുകയാണ് പറിക്കണത്. ആഹാ ഞാനോർത്ത് ഇനി രണ്ടുപേരും കളറൊക്കെ ഉണ്ട്. എടുത്തിട്ടില്ല. ആ, ഒന്ന് പറിക്കട്ടെ. അല്ല കളർ ഒന്ന് പറിക്കട്ടെ, ഒന്ന്. കൂട്ടുകാരത്തെ നമ്മുടെ വടയായിട്ടുണ്ട്. ദേ, അതെ നല്ല അടിപൊളി വടയാണ് കേട്ടോ കൂട്ടുകാരെ കണ്ട ചക്കക്കുരു വട. ചക്കക്കുരു വട. ശരണ്യ പുതിയൊരു പലഹാരം കണ്ടുപിടിച്ചതാ. അതെ ചക്കക്കുരു. അല്ല നമ്മളിത് ആദ്യമായിട്ട് കഴിക്കാൻ പോയി ആദ്യമായിട്ട് കഴിക്കാൻ പോകും. ഇതിലപ്പോ ഇത് കണ്ടല്ലോ, കാഴ്ചക്കും നല്ലതാണ്. പിന്നെ ആ. ഇത് കഴിച്ചില്ലെങ്കിലും അത് നമുക്കറിയാം ഇന്നേക്ക് ചേർത്താണല്ലോ. ആ, ആ, ആ ഒടിച്ചു നോക്കിക്ക്. ദേ, ആഹാ സൂപ്പർ വട. ഉള്ളി വട പോലെ തന്നെയാണ് കേട്ടോ. ഉള്ളല്ലോ. ഉള്ളിയുടെ പരിപ്പട പരിപ്പ് അല്ല, ആ ഉള്ളി ചേർത്ത വട പോലെ. കേട്ടോ. അപ്പൊ ഞാൻ മക്കളെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാണോ? അടിപൊളി. സൂപ്പറാ. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങൾ ചെറുതായിട്ട് ഇളക്കണം കേട്ടോ. എല്ലാരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റ്. ഇത് കറക്റ്റ് പരിപ്പോടെ രുചിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര പേരില് എന്താന്ന് വെച്ചാ കൊള്ളാം. കൊള്ളാം, നല്ലതാണല്ലേ? അതെ ഇത് വീഡിയോ കാണാൻ വേണ്ടി ഞാൻ പറയല്ലേ, ഇത് കൊള്ളാം തന്നെ. സൂപ്പറാ. അപ്പൊ കൂട്ടുകാരെ അയ്യോ, ഇതേ ഇത് ഇത്ര എനിക്കറിയില്ല. ഇപ്പൊ എണ്ണയിൽ എങ്ങനെ കണ്ടു എനിക്കറിയില്ല. സംഗതി ഇത് നമ്മൾ കാപ്പൊടിക്കാനും ആര് വന്ന് കൊടുക്കാനും കൊടുക്കാനും നല്ല നല്ലതാ. അതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്ര പേരില്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. അതെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്തൊരു ദിവസം ബൈ. കാണുന്നതാണ്.